ഹായ് മക്കളെ, 2-3 ദിവസം മുൻപ് സൈലത്തിന്റെ യൂട്യൂബ് ചാനലുകളിൽ നിങ്ങൾ എല്ലാവരും ഒരു വീഡിയോ കണ്ടിട്ടുണ്ടായിരിക്കും. എല്ലാവരും അതിൽ ഒരുപാട് കമന്റ്സും ഒരുപാട് ലൈക്സും അതുപോലെ ഒരുപാട് എൻക്വയറീസും വന്നിട്ടുള്ള ഒരു വീഡിയോ ആയിരുന്നു. എന്തായിരുന്നു നിങ്ങൾക്കറിയാലോ? മാത്തമാറ്റിക്കൽ ഒളിമ്പ്യാഡ് എക്സാമിനേഷൻ. എന്താണ് നമ്മുടെ മാത്തമാറ്റിക്കൽ ഒളിമ്പ്യാഡ് എക്സാം? എല്ലാ കുട്ടികളും വളരെയധികം സന്തോഷത്തോടെ പറയുന്ന ഒരു സബ്ജക്റ്റ് ആണ് മാത്സ് എന്ന് പൂർണ്ണമായിട്ട് നമുക്ക് പറയാൻ പറ്റത്തില്ലെങ്കിലും കുറേ കുട്ടികൾക്ക് ബയോളജി ഇഷ്ടമല്ല, ഫിസിക്സ് ഇഷ്ടമല്ല, കെമിസ്ട്രി ഇഷ്ടമല്ല, എന്നാൽ ഇഷ്ടം പോലെ മാത്സ് ചെയ്യാൻ എല്ലാവർക്കും ഭയങ്കര ഇഷ്ടമാണ്. അങ്ങനെ ഇഷ്ടമുള്ള കുട്ടികൾക്ക് വേണ്ടി പ്രത്യേകിച്ചും നമ്മുടെ ഇന്ത്യൻ ഗവൺമെന്റും ഇന്റർനാഷണലും വേൾഡ് വൈഡ് നടത്തുന്ന ഒരു വലിയ എക്സാമാണ് മാത്തമാറ്റിക്കൽ ഒളിമ്പ്യാഡ്. ഈ മാത്തമാറ്റിക്കൽ ഒളിമ്പ്യാഡിനെ കുറിച്ചിട്ടൊക്കെ ഇപ്പോൾ ഒരുമാതിരിപ്പെട്ട എല്ലാ കുട്ടികൾക്കും അറിയാമെങ്കിലും അറിയാത്തവർക്ക് വേണ്ടി മിസ് പറയാം. 6 ലെവലിൽ നടത്തുന്ന ഒരു പരീക്ഷയാണ് മാത്തമാറ്റിക്കൽ ഒളിമ്പ്യാഡ്. നമുക്കറിയാം, ഇന്ത്യയിലെ റെപ്രസെന്റ് ചെയ്ത് ഇതുവരേക്കും ഒരു റിസൾട്ടിലേക്ക് പോകാനായിട്ട് ആർക്കും സാധിച്ചിട്ടില്ല. അങ്ങനെ ഇരിക്കെ നമ്മുടെ സൈലം, എപ്പോഴും മാറ്റത്തിന് കൂടെ നിൽക്കുന്ന സൈലം, ഞങ്ങൾ തീരുമാനിച്ചു അങ്ങനെയാണെങ്കിൽ ചരിത്രം തിരുത്തി കുറിക്കുവാൻ എന്തുകൊണ്ട് നമ്മൾക്കും ശ്രമിച്ചുകൂടാ. അങ്ങനെ സൈലം എടുത്ത ഒരു തീരുമാനമാണ് സൈലം ഒളിമ്പ്യാഡ് ബാച്ച്. ഈ ബാച്ചിലേക്ക് ഉള്ള കുട്ടികളുടെ സെലക്ഷനെ കുറിച്ചിട്ടും ആ ബാച്ചിന്റെ പ്രത്യേകതകളെ കുറിച്ചിട്ടും എല്ലാം കഴിഞ്ഞ 31-ാം തീയതി വലിയ ആഘോഷമായി നിങ്ങളുടെ മുമ്പിൽ ഒരു ലോഞ്ച് ഉണ്ടായിരുന്നു. ആ ലോഞ്ചിന്റെ ഭാഗമായിട്ട് ഒരുപാട് എൻക്വയറീസ് വന്നിട്ടുണ്ടായിരുന്നു. അതിലെ ചില കാര്യങ്ങൾ നിങ്ങളോട് പങ്കുവെക്കാനാണ്. അതിൽ നിങ്ങൾ കേട്ടിട്ടുണ്ടായിരിക്കും, എൻ്റെ നമ്പറാണ് കൊടുത്തിട്ടുണ്ടായിരുന്നത്. എൻ്റെ പേര് സുമി റോക്സി മിസ് ആണ്, സ്പെഷ്യൽ പ്രൊജക്ട് കോർഡിനേറ്റർ ആണ്. ഇത്തരത്തിലുള്ള പരീക്ഷകളും അതുപോലുള്ള റിസൾട്ടിന്റെ ബാച്ചസും എല്ലാം ഹാൻഡിൽ ചെയ്യുന്നു. അതുകൊണ്ട് കുട്ടികളെ കൂടുതൽ സൈലത്തിന്റെ ഭാഗമാക്കുവാനും ഒപ്പം തന്നെ സൈലത്തിന്റെ വിജയത്തിൽ കുട്ടികളുടെ പങ്ക് ഉറപ്പിക്കുവാനുമായിട്ടാണ് ഞങ്ങൾ നിങ്ങളുടെ കൂടെ ഇന്നായിരിക്കുന്നത്. കുറച്ച് കാര്യങ്ങൾ മിസ് പങ്കുവെക്കാം. എല്ലാവരും ആകാംക്ഷയോടെ കാത്തിരിക്കുകയാണെന്നറിയാം. ഒരുപാട് കോളും, അതായത് ഞങ്ങളെ തന്നെ ഞെട്ടിച്ചുകൊണ്ട് ഒരുപാട് പേര് നമ്മളെ വിളിക്കുന്നുണ്ട്. മാം, ഞങ്ങൾക്ക് ഇതിലേക്ക് എൻട്രി ചെയ്യാൻ എന്ത് ചെയ്യണം, അതുപോലെ എങ്ങനെയാണ് രജിസ്ട്രേഷൻ ചെയ്യേണ്ടത്, എന്താണ് സ്ക്രീനിങ് ടെസ്റ്റ്, എന്താണ് എക്സാമിനേഷന്റെ പാറ്റേൺ, ഇത്തരത്തിലുള്ള കാര്യങ്ങളൊക്കെ ചോദിക്കുന്നു. അതിനുള്ള ഒരു മറുപടിയാണ് ഈ വീഡിയോ. എൻ്റെ മക്കളെ, നിങ്ങളെല്ലാവരും ആ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ, ആ വീഡിയോയിൽ നിങ്ങൾ കണ്ടിട്ടുണ്ടായിരിക്കും, ഒരുപക്ഷെ കുറേ പേര് ശ്രദ്ധിച്ചിട്ടുണ്ടായിരിക്കില്ല. അതിൻ്റെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഒരു രജിസ്ട്രേഷൻ ലിങ്ക് കൊടുത്തിട്ടുണ്ട്. IOQM, RMO, INMO, IMO അത്തരത്തിലുള്ള പല ലെവലുകളിലേക്കുള്ള എക്സാമിന് വേണ്ടിയിട്ട് നിങ്ങളെ കരുത്തുള്ള പോരാളികളാക്കാൻ വേണ്ടിയിട്ട് സൈലം എടുക്കുന്ന വലിയ ഒരു ഇനീഷ്യേറ്റീവാണ് മാത്ത് ഒളിമ്പ്യാഡ് ബാച്ച്. ഈ ബാച്ചിലേക്ക് നമ്മൾക്ക് എങ്ങനെ എൻ്റർ ചെയ്യാൻ പറ്റും? ഇതിൽ ഒരുപാട് നമുക്ക് എൻക്വയറീസ് വന്നിട്ടുണ്ട്. ഒരുപാട് പേര് ആ ഫോം ഫില്ല് ചെയ്തിട്ടുണ്ട്. ഇനിയും ആരെങ്കിലും അത് മിസ് ചെയ്തിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ ഫ്രണ്ട് സർക്കിളിലും കമ്മ്യൂണിറ്റിയിലും സ്കൂൾസിലും എല്ലായിടത്തും നിങ്ങൾക്ക് ഇത് ഉറപ്പായിട്ടും പറയാം. ഞങ്ങൾ കൂടെയുണ്ട്. നിങ്ങളോടൊപ്പം ഇന്ത്യയെ റെപ്രസെന്റ് ചെയ്തുകൊണ്ട് പോകുന്ന ഒരു വിദ്യാർത്ഥി സൈലത്തിന്റെ സ്റ്റുഡൻ്റ് ആകട്ടെ എന്ന് തന്നെയാണ് നമ്മളുടെ ഒരു പ്രതീക്ഷയും ആഗ്രഹവും. അപ്പോൾ നമുക്ക് തുടങ്ങിയാലോ? എന്താണ് ഈ മാത്സ് ഒളിമ്പ്യാഡിന് വേണ്ടി നിങ്ങൾ ചെയ്യേണ്ടത്? ആ വീഡിയോയിൽ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഒരു ലിങ്ക് കൊടുത്തിട്ടുണ്ട്. ആ വീഡിയോ കാണാത്തവർക്ക് പ്രോബ്ലം ഇല്ല. ഞാൻ ഇപ്പോൾ ടെലികാസ്റ്റ് ചെയ്യുന്ന ഈ വീഡിയോയിലും നിങ്ങൾക്ക് ഒരു ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ രജിസ്ട്രേഷൻ ലിങ്ക് ഉണ്ട്. ആ രജിസ്ട്രേഷൻ ലിങ്കിൽ നിങ്ങളുടെ എല്ലാ ഡീറ്റെയിൽസും നമ്മൾ ചോദിച്ചിട്ടുണ്ട്. പേരും സ്കൂളും ഏത് ക്ലാസ്സിലാണ് പഠിക്കുന്നത്, ഒപ്പം പലരെയും കൺഫ്യൂഷൻ ആക്കുന്ന ഒരു കാറ്റഗറി കൂടെ അതിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്, അച്ചീവ്മെന്റ്സ് അപ്ലോഡ് ചെയ്യാനുള്ള ഒരു ഓപ്ഷൻ. അതെല്ലാവരെയും ഒന്ന് ചിന്തയിലാർത്തുന്ന ഒന്നാണ്. എന്തിനാണ് അച്ചീവ്മെന്റ്സ് ഞങ്ങൾ അറിയുന്നത്? കാരണം ഈ ബാച്ചിലേക്ക് വളരെ സെലക്റ്റഡ് ആയിട്ടുള്ള സ്റ്റുഡൻസിന് മാത്രമാണ് എൻട്രി ഉള്ളത്. നിങ്ങൾക്കറിയാലോ, സൈലത്തിന് ഒരുപാട് ബാച്ചസ് ഉണ്ട്. നിങ്ങൾ പലരും അതിലെ മെമ്പേഴ്സ് ആയിരിക്കാം, നല്ല വിജയം നിങ്ങൾ കരസ്ഥമാക്കിയിട്ടുണ്ടായിരിക്കാം. എന്നാൽ ഇത്തരത്തിലുള്ളൊരു ബാച്ച് നമ്മൾ കൈകാര്യം ചെയ്യുമ്പോൾ അതിൽ സ്ക്രീനിങ് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അച്ചീവ്മെന്റ്സിൽ നിങ്ങൾ ഏതെങ്കിലും ഒളിമ്പ്യാഡ്സോ അല്ലെങ്കിൽ NMMSO, USSO, LSSO, വിദ്യാർത്ഥി വിജ്ഞാൻ മന്ഥൻ പരീക്ഷകളോ അത്തരത്തിലുള്ള ഏതെങ്കിലും സയൻസ് മാത്സ് ഒളിമ്പ്യാഡുകളിൽ നിങ്ങൾ ക്വാളിഫൈഡ് ആണ് എങ്കിൽ അതിൻ്റെ സർട്ടിഫിക്കറ്റ് നിങ്ങൾ അതിൽ അറ്റാച്ച് ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ട്. ഞാനിത് പറയുമ്പോൾ തന്നെ ഇപ്പം നിങ്ങൾ വീട്ടിൽ പറഞ്ഞിട്ടുണ്ടായിരിക്കും, അയ്യോ അമ്മേ, ഞാൻ അതൊന്നും ചെയ്തിട്ടില്ലല്ലോ, ഞാൻ ഇപ്പോഴല്ലേ ഇതിനെക്കുറിച്ച് അറിഞ്ഞു തുടങ്ങിയത്, അപ്പം ഞാൻ ഈ ബാച്ചിൽ അംഗമാകുവാൻ എന്ത് ചെയ്യണം? പ്രശ്നമില്ല.
ഞങ്ങളത് ഒരു മാൻഡേറ്ററി ആയിട്ട് ആ ഓപ്ഷൻ വെക്കുന്നില്ല. എന്നിരുന്നാൽ പോലും അത്തരത്തിൽ ആരെങ്കിലും ഉണ്ടെങ്കിൽ ഉറപ്പായിട്ടും നിങ്ങൾ അതിൻ്റെ തന്നെ സർട്ടിഫിക്കറ്റ് അറ്റാച്ച് ചെയ്യണം. അല്ലാത്ത പക്ഷം ദർ ഇസ് എൻ ഓപ്ഷൻ. കുഴപ്പമില്ല, നിങ്ങൾക്കത് ചെയ്യാൻ പറ്റിയില്ലെങ്കിലും അതില്ലാതെയും സബ്മിറ്റ് ചെയ്യാനുള്ള ഓപ്ഷൻ നമ്മൾ ഇതിൽ ആക്കിയിട്ടുണ്ട്. ഓക്കെ, അപ്പം എന്തിനാണ് നമ്മൾ അങ്ങനെ ഒരു ഓപ്ഷൻ വെക്കുന്നത്? ഒരു കുട്ടി പോലും ഇതിൻ്റെ പേരിൽ കഴിവില്ലാത്തവനായി തള്ളപ്പെടാതിരിക്കണം. ഒപ്പം തന്നെ നല്ല മക്കളൊക്കെ ഉണ്ടായിരിക്കും, നമ്മൾക്ക് അറിയാതെ പോകരുത്. ആരൊക്കെ ഇതിൽ വന്നാലും ഈ സ്ക്രീനിങ് ടെസ്റ്റിന്റെ ബേസിൽ മാത്രമേ ഇതിലേക്ക് നമുക്ക് എൻട്രി കിട്ടത്തുള്ളൂ. ഓക്കെ, അപ്പോൾ അത് ക്ലിയർ ആയെന്ന് വിചാരിക്കുന്നു. രജിസ്ട്രേഷൻ ലിങ്ക് ക്ലിക്ക് ചെയ്യുക, ഗൂഗിൾ ഫോം ഫില്ല് ചെയ്യുക. നിങ്ങൾ റെസ്പോൺസ് സബ്മിറ്റ് ചെയ്യുമ്പോൾ അത് ഉറപ്പായിട്ടും എൻ്റെ കയ്യിൽ തന്നെ ആയിരിക്കും കിട്ടുന്നത്. ദെൻ നമുക്ക് അങ്ങനെ കിട്ടിയിട്ടുള്ള എല്ലാ കുട്ടികൾക്കും നമ്മൾ നാളെ അല്ലെങ്കിൽ ഇന്ന് എന്നാണോ ഈ 2 ദിവസത്തിൻ്റെ ഉള്ളിൽ നമ്മളൊരു ടെക്സ്റ്റ് മെസ്സേജ് നിങ്ങൾക്ക് അയക്കുന്നതായിരിക്കും. അതിൻ്റെ ഡീറ്റെയിൽസിനൊക്കെ കുറിച്ചിട്ട് അതിൽ ഞങ്ങൾ വ്യക്തമായിട്ടും പ്രതിപാദിച്ചിട്ടുണ്ടായിരിക്കും. ഓക്കെ, ഇത് ക്ലിയർ ആയെന്ന് വിചാരിക്കുന്നു. ഇനി ഇപ്പൊ മനസ്സിൽ ചിന്തിക്കുന്നത് എന്താണ് സ്ക്രീനിങ് ടെസ്റ്റ്? ഈ 2 ദിവസം കൊണ്ട് അത് എങ്ങനെ പഠിക്കും? ഞങ്ങൾ പഠിച്ച കാര്യങ്ങൾ തന്നെയാണോ ഉൾപ്പെട്ടിരിക്കുന്നത്? ഇങ്ങനെ ഒരുപാട് ചിന്തകൾ അവിടെ വർക്ക് ചെയ്യുന്നുണ്ടായിരിക്കും. അതിനുള്ള ഉത്തരമാണിത്. സ്ക്രീനിങ് ടെസ്റ്റ് ബേസിക്കലി ബേസിക് മാത്തമാറ്റിക്കൽ ടെസ്റ്റ് ആണ്. ഇറ്റ്സ് എൻ ആപ്റ്റിറ്റ്യൂഡ് ടെസ്റ്റ് ആണ്. 8th മുതൽ 12th വരെയുള്ള കുട്ടികൾക്കാണ് ഈ ഒളിമ്പ്യാഡ് എക്സാമിനേഷനിൽ പങ്കെടുക്കുവാൻ സാധിക്കുക. നമ്മുടെ മാത്രമല്ല, എല്ലാ ഒളിമ്പ്യാഡ് എക്സാംസിനും അങ്ങനെ ഒരു കാറ്റഗറി ഉണ്ട്. അപ്പോൾ 8, 9, 10 ക്ലാസ്സിലെ കുട്ടികളാണെങ്കിൽ അവർക്ക് ജൂനിയർ ടെസ്റ്റും 11th, 12th ക്ലാസ്സിലെ കുട്ടികൾക്ക് സീനിയർ ടെസ്റ്റുമായിട്ടാണ് നമ്മൾ ഇതിൻ്റെ സെലക്ഷൻ പ്രൊസീജിയർ ചെയ്യുന്നത്. എന്ന് വെച്ചാൽ 8ാം ക്ലാസ്സിലെയും 9ാം ക്ലാസ്സിലെയും 10ാം ക്ലാസ്സിലെയും കുട്ടികൾ പഠിക്കുന്നത് ഒരേ സിലബസ് ആയിരിക്കും. അവരുടെ ചോദ്യങ്ങളും കുട്ടി 8ലാണോ 10ലാണോ എന്നുള്ളതൊന്നും അവിടുത്തെ വിഷയമല്ല. അവരുടെ എല്ലാ ക്വസ്റ്റ്യൻസും ഒരേപോലെ ആയിരിക്കും. എല്ലാ ക്വസ്റ്റ്യനും എല്ലാവരും അറ്റൻഡ് ചെയ്യുന്ന രീതിയിലാണ് അത് സെറ്റ് ചെയ്തിരിക്കുന്നത്. ഓക്കെ, അപ്പോൾ 2 കാറ്റഗറിയാണ്, ജൂനിയർ ടെസ്റ്റും സീനിയർ ടെസ്റ്റും. 8, 9, 10 ക്ലാസ്സുകാർക്ക് ജൂനിയർ ടെസ്റ്റും 11th, 12th സീനിയർ ടെസ്റ്റുമാണ്. ഓക്കെ, അത് ക്ലിയർ ആയിട്ടുണ്ടാവും. അപ്പം നിങ്ങൾ ഇതുവരെ പഠിച്ച നിങ്ങളുടെ മാത്തമാറ്റിക്കൽ സ്കില്ലാണ്, മാത്തമാറ്റിക്കൽ ആപ്റ്റിറ്റ്യൂഡാണ് ഞങ്ങൾ പരിശോധിക്കാൻ പോകുന്നത്. ഓക്കെ, അപ്പോൾ അതിന് വേണ്ടിയിട്ട് നല്ല ക്വസ്റ്റ്യൻസ് ഒക്കെ ഞങ്ങളുടെ ടീം സെറ്റ് ചെയ്തിട്ടുണ്ട്. നിങ്ങൾക്കറിയാലോ, നിങ്ങളവിടെ കണ്ടിട്ടുണ്ടാവും. ഇക്ബാൽ സാറ് നിങ്ങളോട് സംസാരിച്ചിട്ടുണ്ടാവും, തൻസീൽ സാറും ജെറിൻ സാറും ഒക്കെ നിങ്ങളന്ന് മീറ്റ് ചെയ്തിട്ടുണ്ടായിരിക്കും. അപ്പോൾ അവരൊക്കെ നല്ല നല്ല അടിപൊളി ക്വസ്റ്റ്യൻസ് നിങ്ങളെ കാത്തു വെച്ചിട്ടുണ്ട്. പേടിക്കൊന്നും വേണ്ട. ഈ ക്വസ്റ്റ്യൻസിനൊരു പ്രത്യേകതയുണ്ട്, ഇതിന് നെഗറ്റീവ് മാർക്കിംഗ് ഇല്ല. ഓക്കെ, അപ്പോൾ ഹൗ എന്നൊരു ആശ്വാസം തോന്നിയിട്ടുണ്ടായിരിക്കും. പക്ഷെ ഒരു പ്രോബ്ലം ഉണ്ട്. ഈ ക്വസ്റ്റ്യൻസ് എല്ലാം കറക്കി കുത്താൻ പറ്റുന്ന മോഡലിലുള്ള ക്വസ്റ്റ്യൻസ് അല്ല. 30 ക്വസ്റ്റ്യൻസ് ആണ് നിങ്ങൾക്ക് വേണ്ടി സെറ്റ് ചെയ്തിരിക്കുന്നത്. 30 ക്വസ്റ്റ്യൻസിന് 3 മണിക്കൂറാണ് പരീക്ഷ. അതിൽ ആദ്യത്തെ 1 മുതൽ 10 വരെയുള്ള ചോദ്യങ്ങൾക്ക് 2 മാർക്കും, ദെൻ 11 മുതൽ 20 വരെയുള്ള ചോദ്യങ്ങൾക്ക് 3 മാർക്കും, ദെൻ അങ്ങോട്ടുള്ള 10 ചോദ്യങ്ങൾക്ക് 5 മാർക്കുമാണ് ഉള്ളത്. ഓക്കെ, എന്ന് വെച്ചാൽ ആ ക്വസ്റ്റ്യൻ വായിച്ച് മനസ്സിലാക്കാൻ ഇത്തിരി സമയമൊക്കെ എടുക്കും. അവസരപ്പെടാതെ സമാധാനമായ ക്വസ്റ്റ്യൻ വായിച്ചു നോക്കുക. അതിൻ്റെ ഉത്തരങ്ങൾക്കൊരു പ്രത്യേകതയുണ്ട്. എന്താണ്? 00, 99 എന്ന് പറയുന്ന 2 നമ്പറുകളുടെ ഇടയിലായിരിക്കും അതിൻ്റെ ഉത്തരങ്ങൾ കിടക്കുന്നത്. ഇറ്റ്സ് എൻ ഇൻഡിജർ ടൈപ്പ്, ന്യൂമറിക്കൽ ടൈപ്പാണ്, ഇൻഡിജർ ടൈപ്പാണ്. അതിൻ്റെ ഉള്ളിലുള്ള നമ്പർ ആയിരിക്കും നിങ്ങളുടെ ക്വസ്റ്റ്യൻ ഉത്തരം, കേട്ടോ. അപ്പോൾ നിങ്ങൾ അതുപോലെ തന്നെ അതെന്ത് ചെയ്യണം? ആ എക്സാമിനേഷനിൽ അറ്റൻഡ് ചെയ്ത് ഉത്തരങ്ങൾ എഴുതണം. നെഗറ്റീവ് മാർക്കിംഗ് ഇല്ല എന്നുള്ളൊരു കാര്യമേ ഉള്ളൂ. എന്നിരുന്നാൽ പോലും ക്വസ്റ്റ്യൻസിന് നല്ല കടുകട്ടിയായിട്ടുള്ള ക്വസ്റ്റ്യൻസ് ഒക്കെ നിങ്ങളെ കാത്തിരിക്കുന്നുണ്ട്. ഓക്കെ, എന്തിനാണ് ഇങ്ങനെ ഒരു എക്സാമിന് ഇങ്ങനെ ഒരു പാറ്റേൺ നമ്മൾ സൂക്ഷിക്കുന്നത്? നമ്മളല്ല, ഇത് സെയിം ഒളിമ്പ്യാഡിൻ്റെ അതേ പാറ്റേൺ തന്നെയാണ് നമ്മൾ ഫോളോ ചെയ്യുന്നത്. നിങ്ങൾക്ക് അറിയാമെന്ന് വിചാരിക്കുന്നു. എപ്പോഴും സൈലത്തിൻ്റെ ഏത് ചാനൽ പരിശോധിച്ചാലും ഏത് ക്ലാസ്സുകൾ നിങ്ങൾ എടുത്തു നോക്കിയാലും ഇത്രയും സാധാരണക്കാരന് പോലും ഉപയോഗിക്കാൻ പറ്റുന്ന ആക്സസബിൾ ആയിട്ടുള്ള എമൗണ്ടിൽ ഇന്ന് ഇന്ത്യയിൽ ഒരു സ്ഥാപനവും ഒരു എഡ്ടെക് കമ്പനിയും ഇങ്ങനെ ഓൺലൈൻ പ്ലാറ്റ്ഫോമിൽ കുട്ടികളെ സഹായിക്കുന്നില്ല എന്ന് നമുക്ക് ഉറപ്പായിട്ട് പറയാൻ പറ്റും. ഒളിമ്പ്യാഡിൻ്റെ ഒരു കോച്ചിങ്ങിന് IOQM, RMO ഡിഫറെൻ്റ് ആയിട്ടുള്ള ലെവൽസ് അനുസരിച്ചിട്ട് ഭീമമായ ഫീസുകൾ ഓരോ സ്ഥാപനങ്ങളും വാങ്ങുമ്പോൾ 100% ഫ്രീ ആയി സ്കോളർഷിപ്പ് കൊടുത്തുകൊണ്ട് കുട്ടികളെ ട്രെയിൻ ചെയ്യിപ്പിക്കുന്ന ഒരു സ്ഥാപനം സൈലമല്ലാതെ വേറൊന്നും ഇന്ത്യയിൽ ഇല്ല.
അതെനിക്ക് അഭിമാനപൂർവ്വം പറയാൻ പറ്റും. അപ്പോൾ അതിലേക്ക് എടുക്കുന്ന കുട്ടികളും ഉറപ്പായിട്ടും അവരുടെ മികവ് പരിശോധിക്കേണ്ടതുണ്ട്. ഓക്കെ, അതുകൊണ്ടാണ് മക്കളെ, അല്ലാതെ വേറെ ഒരു ഇതുമല്ല. സൈലത്തിൽ ഇതിൽ സെലക്റ്റഡ് ആയി കഴിഞ്ഞാൽ ഇതിൻ്റെ കോച്ചിങ് എക്സ്ക്ലൂസീവ്ലി നിങ്ങൾക്ക് ഫ്രീ ആയിരിക്കും. ഓക്കെ, നമ്മൾ ജൂൺ 2 എന്നാണ് ആ ഒരു വീഡിയോയിൽ കണ്ടിട്ട് തന്നെ ഒരുപാട് പേര് എന്താ മാം ക്ലാസ് തുടങ്ങാത്തേ എന്നൊക്കെ ചോദിച്ചു. ജൂൺ 2 മുതൽ നമ്മൾ അതിൻ്റെ സ്ക്രീനിങ് ആരംഭിക്കുകയാണ്. ജൂൺ 9 മുതലാണ് നമ്മുടെ ക്ലാസ്സുകൾ തുടങ്ങുന്നത്. ഓക്കെ, അപ്പം നിങ്ങൾക്ക് എക്സാമിനേഷൻ്റെ പാറ്റേണിനെ കുറിച്ചിട്ട് വളരെ വ്യക്തമായ ധാരണ വന്നിട്ടുണ്ടായിരിക്കും. നിങ്ങൾക്ക് പ്രത്യേകം ശ്രദ്ധിക്കണം, ഡിസ്ക്രിപ്റ്റീവ് മോഡലിലുള്ള ക്വസ്റ്റ്യൻസ് ആണ് നിങ്ങൾക്ക് വരുന്നത്. പക്ഷെ അതിൻ്റെ ആൻസർ ഇൻഡിജർ ടൈപ്പ് ആയിരിക്കും, മറക്കരുത്. ഓക്കെ, ദെൻ എങ്ങനെയാണ് നിങ്ങൾ ഈ എക്സാമിനേഷൻ എഴുതുക? ഇപ്പം പലരും ചിന്തിക്കുന്നത് നേരിട്ട് വരണോ ഓൺലൈനാണോ? ഇനി ഓൺലൈനിൽ ഞങ്ങൾക്ക് തട്ടിപ്പുകൾ കാണിക്കാൻ പറ്റുമോ? ഞങ്ങളിപ്പോൾ കള്ളത്തരങ്ങൾ ചെയ്താൽ നിങ്ങൾ മനസ്സിലാക്കുമോ? കുഞ്ഞു മനസ്സുകൾ ഞങ്ങൾക്ക് വേഗം വായിക്കാൻ പറ്റും. കുറച്ച് കാലമായി കുട്ടികളുടെ കൂടെ നിൽക്കണതല്ലേ. അതുകൊണ്ട് മക്കളെ, തട്ടിപ്പുകളൊക്കെ കാണിച്ചുകൊണ്ട് നമുക്ക് എത്ര നാൾ പിടിച്ചു നിൽക്കാൻ പറ്റും? ഇന്ത്യയിൽ നിന്നും ഒരാൾക്ക് പോലും അങ്ങോട്ട് എത്താൻ പറ്റിയിട്ടില്ല. അതുകൊണ്ട് തട്ടിപ്പുകളൊന്നും വേണ്ട, നമുക്കെല്ലാം മനസ്സിലാവും. ഓക്കെ, എന്താണ് ഇതിൻ്റെ പരിപാടി? നിങ്ങൾക്ക് നിങ്ങളുടെ രജിസ്റ്റേർഡ് ആയിട്ടുള്ള മൊബൈൽ നമ്പർ നിങ്ങൾ ഗൂഗിൾ ഫോമിൽ കൊടുത്തിട്ടുള്ള ആ നമ്പറിൽ അതിലേക്കാണ് ഒരു OTP വരും. ദെൻ നിങ്ങൾക്ക് ലോഗിൻ ചെയ്യാൻ പറ്റും. അപ്പം നിങ്ങൾക്ക് അതിലിങ്ങനെ കാണാൻ പറ്റും ഷെഡ്യൂൾഡ് എക്സാം. ദെൻ നിങ്ങൾക്ക് കറക്റ്റായിട്ട് അത് ചെയ്യാൻ പറ്റും. ഇവിടെ ടൈമൊന്നും ഇല്ലല്ലോ, ഒരു ക്വസ്റ്റ്യൻ 1 മിനിറ്റ് അങ്ങനെയൊന്നുമില്ല. 3 മണിക്കൂറിൽ നിങ്ങൾക്ക് എക്സാം ഫിനിഷ് ചെയ്യാൻ പറ്റും. സബ്മിറ്റ് ചെയ്യുക, പരിപാടി കഴിഞ്ഞു. ഉടനെ തന്നെ ഞങ്ങൾക്ക് അതിൻ്റെ റിസൾട്ട് ഞങ്ങൾക്ക് വരും. അതിൻ്റെ ബേസിസിൽ ഞാൻ നിങ്ങളെ പേഴ്സണലി വിളിക്കും, സെലക്ട് ആയിട്ടുള്ള കുട്ടികളെ അറിയിക്കും. ഞാനും എൻ്റെ ടീമും അത് നിങ്ങളെ വ്യക്തമായിട്ട് അറിയിക്കും. ദെൻ നമ്മൾ ഇതിൽ എൻറോൾ ചെയ്യുകയാണ് ചെയ്യുന്നത്. ക്ലിയർ ആയെന്ന് വിചാരിക്കുന്നു. ഓക്കെ, എപ്പോഴാണ് എക്സാമിൻ്റെ ഡേറ്റ് എന്നായിരിക്കും അടുത്ത ചിന്ത. എക്സാമിൻ്റെ ഡേറ്റ് നമ്മൾ വെച്ചിരിക്കുന്നത് 5 തീയതിയാണ്. 5th ജൂൺ ആണ് നമ്മുടെ എക്സാമിൻ്റെ ഡേറ്റ്. ഓക്കെ, കാരണം 5 തീയതി വരെ നമുക്ക് സ്കൂളുണ്ടായിരിക്കും. പിന്നെ 6, 7, 8 ഒക്കെ നിങ്ങൾ ബക്രീദിൻ്റെ ഒക്കെ തിരക്കിലായിരിക്കും. അപ്പോൾ അതിന് മുൻപ് തന്നെ എക്സാമൊക്കെ കഴിഞ്ഞ് നമുക്ക് സ്ക്രീനിങ്ങിന് വേണ്ടിയിട്ടുള്ള കുറച്ച് സമയം നമുക്കും ആവശ്യമുണ്ട്. ഓക്കെ, അപ്പോൾ 5 തീയതി നമുക്ക് എക്സാം ആണ്. ടൈം ഈവനിങ് 7 to 10 PM ആണ്. 7 to 10 PM 3 hours എക്സാമിനേഷൻ ആണ്. ഈവനിങ് 7 to 10 PM ആണ്. 7:15 ഗേറ്റ് വേ ക്ലോസ് ആവും. 7:15 വരെയൊക്കെയാണ് നിങ്ങൾക്ക് എക്സാമിൻ്റെ ആക്സസ് ഉണ്ടായിരിക്കുക. ഓക്കെ, ഞാനപ്പോൾ ഈ വീഡിയോയിൽ നിങ്ങൾക്ക് അയക്കുന്ന മെസ്സേജിൽ എക്സാമിനേഷൻ്റെ ലിങ്ക് കൊടുത്തിട്ടുണ്ടായിരിക്കും. ഓക്കെ, അപ്പോൾ ആ ലിങ്ക് ഇന്ന് ഓപ്പൺ ചെയ്താലും ഒന്നും അതിൽ നിങ്ങൾക്ക് കാണത്തില്ല. 5 തീയതി നിങ്ങൾ 7 മണിക്ക് ആ ലിങ്ക് ഓപ്പൺ ആവും. 7:15 വരെ 7:15 വരെയ്ക്ക് നിങ്ങൾക്ക് ആക്സസ് ഉണ്ടായിരിക്കും. അതിനുശേഷം നിങ്ങൾക്ക് എക്സാം എഴുതാൻ പറ്റില്ല. ഓക്കെ, ആ ഒരു കാര്യം പ്രത്യേകം നിങ്ങൾ ശ്രദ്ധിക്കണം. അപ്പോൾ നിങ്ങളുടെ വൈഫൈൻ്റെ സ്റ്റെബിലിറ്റിയും എല്ലാം നിങ്ങൾ ഉറപ്പ് വരുത്തണം. ഒരു തരത്തിലുള്ള ഒരു ഇൻ്ററപ്ഷനും എക്സാമിനേഷനും ഉണ്ടാകാൻ പാടില്ല. പിന്നെ മഴയുടെയും കാറ്റിൻ്റെയും ഒക്കെ കാലമാണെന്ന് എനിക്കറിയാം. അപ്പോൾ ഏതെങ്കിലും തരത്തിൽ ഇടിവെട്ടും മഴയൊക്കെ ഉണ്ടായി നിങ്ങളുടെ നെറ്റ് പോയി അങ്ങനെയുള്ള സംഭവങ്ങളൊക്കെ ഉണ്ടായെന്ന് വിചാരിക്കാം. അങ്ങനെയാണെങ്കിൽ ഈ താഴെ ഒരു നമ്പർ, എൻ്റെ നമ്പർ കൊടുക്കുന്നുണ്ട്, നിങ്ങൾ അതിലേക്ക് വിളിക്കുക. ജെനുവൻ ആയിട്ടുള്ള കാര്യമാണെങ്കിൽ നമുക്ക് അതിനൊരു പരിഹാരം കണ്ടെത്താവുന്നതാണ്. ഇതെല്ലാവർക്കും ബാധകമല്ല. തീരെ നിവൃത്തിയില്ലാത്ത എന്തെങ്കിലും സാഹചര്യം നിങ്ങൾക്ക് വരികയാണെങ്കിൽ മാത്രമാണ് നമുക്ക് ഇങ്ങനെ ഒരു ഓപ്ഷൻ സ്വീകരിക്കാൻ പറ്റുന്നത്. ഓക്കെ, ക്ലിയർ ആയിട്ടുണ്ടാവുമല്ലോ. അപ്പോൾ ടൈം എന്താണ്? 7 to 10 ആണ്. 7:15 നിങ്ങൾ ഉറപ്പായിട്ടും എക്സാമിനേഷന് ജോയിൻ ചെയ്യണം. 3 hours എക്സാമിനേഷൻ ആണ്. സബ്മിറ്റ് കൊടുത്തു കഴിഞ്ഞാൽ പിന്നെ നിങ്ങൾക്ക് വേറെ പ്രശ്നങ്ങളൊന്നുമില്ല. രജിസ്ട്രേഷൻ്റെ ലിങ്ക് അതിലുണ്ടായിരിക്കും, എക്സാമിനേഷൻ്റെ ലിങ്ക് അതിലുണ്ടായിരിക്കും. നിങ്ങൾക്ക് വേണ്ടിയിട്ടുള്ള എല്ലാ ഇൻസ്ട്രക്ഷൻസും പാറ്റേണും സിലബസും അടക്കം നിങ്ങൾക്ക് വരാൻ പോകുന്ന മെസ്സേജിൽ വ്യക്തമായിട്ട് കാണാൻ സാധിക്കും. ഓക്കെ, അപ്പോൾ ഇതൊക്കെയാണ് നിങ്ങളോട് എനിക്ക് പറയാനുള്ളത്. അപ്പോൾ ഒരു തരത്തിലുള്ള ടെൻഷനും വേണ്ട, സമാധാനമായിട്ട് നിങ്ങൾ എക്സാം എഴുതണം. നിങ്ങളുടെ കമ്മ്യൂണിറ്റിയിൽ മാക്സിമം ഇതിനെക്കുറിച്ച് ഷെയർ ചെയ്യണം. എത്ര കുട്ടികൾ വന്നാലും, നല്ല ക്വാളിഫൈഡ് ആയിട്ട് സ്ക്രീൻ ടെസ്റ്റ് ക്ലിയർ ആയിട്ടുള്ള എത്ര കുട്ടികൾ വന്നാലും അത് 100% സ്കോളർഷിപ്പോടെ കൊടുക്കുവാനായിട്ട് സൈലം തയ്യാറ് തന്നെയാണ്. അപ്പോൾ നിങ്ങളെല്ലാവരും റെഡി ആയിരിക്കണം. മറക്കരുത്, 5 തീയതി കൃത്യം 7 മണിക്ക് നിങ്ങളുടെ എക്സാമിനേഷൻ പോർട്ടൽ നിങ്ങൾക്ക് ഓപ്പൺ ആയിരിക്കും. എല്ലാവരും അടിപൊളിയായിട്ട് എക്സാമിനേഷൻ എഴുതി സൈലത്തിൻ്റെ ഒളിമ്പ്യാഡ് ബാച്ചിൽ അംഗമാകുവാൻ തയ്യാറായിക്കോളൂ. അപ്പോൾ താങ്ക് യു.